Hi everybody, MDC, Multidisciplinary Courses for Science, Semester 3rd. Paper name is Understanding Kerala, Science, Culture and Literature. So today in this paper we are going to discuss the chapter The Living Fossil. The Living Fossil, the Purple Frog's Brief Life Above Ground. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. മനോഹരമായ എൻഗേജിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, അല്ലെങ്കിൽ ഒരു മൂവിങ് മോഷൻ പിക്ചറാണ്. ഇത് റൗണ്ട് ഗ്ലാസ് സസ്റ്റെയിൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നേച്ചറിനെ കുറിച്ചും വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസും വീഡിയോസും ഫോട്ടോഗ്രാഫിയും ഒക്കെ അതിൽ വരുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പേർപ്പിൾ ഫ്രോഗ്, അപ്പോൾ അതിൻ്റെ ഒരു ലൈഫ്, അതിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഒബ്സർവേഷൻ, അതിനെക്കുറിച്ച് നടത്തുന്ന ഒബ്സർവേഷൻ, അതിനെക്കുറിച്ച് ഒരു ഇൻഫോർമേറ്റീവായിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ. ഓക്കെ, ഒരു ചെറിയ ഒരു മൂവിങ് പിക്ചർ, ഒരു മോഷൻ പിക്ചർ. സോ എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദിസ് ഫിലിം. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദിസ് മൂവി. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയിൽ, അല്ലെങ്കിൽ ഈ ഒരു മോഷൻ പിക്ചറിൽ, ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു സമ്മറി നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ആൾ, ദ പേർപ്പിൾ ഫ്രോഗ്. ഈ ഒരു ഫ്രോഗ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ പശ്ചിമഘട്ടങ്ങളിലാണ് ഇതിനെ കാണപ്പെടുന്നത് എന്ന് പറയുകയാണ്. ലീവ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലൈഫ് അണ്ടർഗ്രൗണ്ട്, അതിൻ്റെ മൊത്തം ഭൂരിഭാഗം ലൈഫും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. കംസ് ഔട്ട് ഓൺലി വൺസ് എ ഇയർ, അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് പുറത്തു വരുന്നത്. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹെവി മൺസൂൺ റെയിൻസ്, അതായത് ആദ്യത്തെ ഹെവി ആയിട്ടുള്ള മൺസൂൺ റെയിനൊക്കെ വരുന്ന സമയങ്ങളിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ബ്രീഡിംഗ് ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ, അതായത് മെയിൽ ഫ്രോഗ്സ് സ്റ്റാർട്ട് കോളിംഗ് വെൻ ദ റെയിൻസ് അറൈവ്. അപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് ഈ മെയിൽ ഫ്രോഗുകൾ കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് കേട്ടിട്ട് ഫീമെയിൽ ഫ്രോഗ്സ് വരുന്നു. ഫീമെയിൽസ് കം ഔട്ട് ഫോർ ജസ്റ്റ് എ ഫ്യൂ ഹവേഴ്സ് ആൻഡ് ദേ മൂവ് ടു സ്മോൾ സ്ട്രീംസ് ടു ലേ എഗ്സ്. അങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടാവില്ല, അവിടെയാണ് ഇവർ മുട്ടയിടുന്നത്. ടാഡ്പോൾസ്, അതായത് ഈ വാൽമാക്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മുട്ട വിരിഞ്ഞിറങ്ങുന്ന അവർ തവളക്കുഞ്ഞുങ്ങൾ, വാൽമാക്രികൾ. അപ്പോൾ അവർ സ്റ്റിക്ക് ടു റോക്സ് ഇൻ ദ ഫാസ്റ്റ് ഫ്ലോവിങ് വാട്ടർ അണ്ടിൽ ദേ ഗ്രോ, അതായത് അവർക്ക് നല്ല റെസിസ്റ്റൻസ് പവർ ഉണ്ടെന്ന് പറയുകയാണ്. ഈ ഒഴുകുന്ന വെള്ളം അതിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട്, അതല്ലെങ്കിൽ ഈ പറയുന്ന പാറകളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കാനായിട്ട്, ഒഴുക്ക് തരണം ചെയ്യാനായിട്ട്, എക്സിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഒരു സർവൈവൽ ഒരു സ്കിൽ അവർക്കുണ്ട് എന്ന് പറയുകയാണ്. ഇനി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഡേഞ്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇഫ് റെയിൻസ് ആർ ലേറ്റ് ഓർ വീക്ക്, ബ്രീഡിംഗ് ഫെയിൽസ്, അതായത് ഈ പറയുന്ന മഴ വൈകുകയോ അതല്ലെങ്കിൽ പിന്നെ മഴ അധികം ലഭിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ബ്രീഡിങ്ങിന് അത് ബാധിക്കും. മാത്രമല്ല മെനി ഫ്രോഗ്സ് ഡൈ വെൻ റോഡ്സ് കട്ട് അക്രോസ് ദെയർ പാത്സ്. ഈ ഡെവലപ്മെൻറ്റുകളൊക്കെ വന്ന സമയത്ത്, റോഡുകളൊക്കെ എല്ലാ ഭാഗത്തൂടെ റോഡുകളൊക്കെ വന്ന സമയത്തൊക്കെ ഇവരുടെ ഒരു വഴി, അല്ലെങ്കിൽ ഇവരുടെ വഴിക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിന് വിഘാതമായിട്ട് റോഡുകളൊക്കെ വന്നപ്പോൾ അതൊക്കെ ഇവരെ ഒത്തിരി ബാധിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ടൂറിസം, അതുപോലെ തന്നെ ഗാർബേജ്, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ക്ലൈമാറ്റ് ചേഞ്ച് ആൾസോ ഹാം ദം. ടൂറിസം പോലെ, അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ക്ലൈമാറ്റ് ചേഞ്ച്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ പ്രകൃതിക്ക് വിഘാതമായിട്ട് സംഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അത് അവരെയും ബാധിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. മോസ്റ്റ് ഓഫ് ദെയർ ഹോംസ് ആർ ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. അവരുടെ വീടെന്ന് പറയുന്നത് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിൻ്റെ ഔട്ട്സൈഡിലാണ്, അതായത് സംരക്ഷിത വനപ്രദേശത്തിൻ്റെ പുറത്താണ് അവരുടെ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. ആൻഡ് ആൻഷ്യൻ ക്രിയേച്ചറായിട്ട് ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ കോൾഡ് എ ലിവിങ് ഫോസിൽ ബിക്കോസ് ഇറ്റ് ലുക്സ് ആൻഡ് ലീവ്സ് മച്ച് ലൈക്ക് ഇറ്റ്സ് ആൻസസ്റ്റേഴ്സ് ഫ്രം മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം തവളകൾ, ഈ പറയുന്ന പേർപ്പിൾ ഫ്രോഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്നുള്ള തവളകൾക്ക് ഉള്ളൂ. മറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന പേർപ്പിൾ ഫ്രോഗ്സ് ഉണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇന്ന് കാണുന്ന പേർപ്പിൾ ഫ്രോഗ്സിന് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വർഷത്തിന് ഒരു ലോങ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെയാണ് ലിവിങ് ഫോസിൽ, ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്നൊക്കെ അതിനെ വിളിക്കുന്നുണ്ട്. Related to frogs found far away in seashells, showing its ancient land connections.
അതായത് സീഷെൽ ദ്വീപുകളിലൊക്കെ കാണപ്പെടുന്ന തവളകളുമായിട്ടൊക്കെ ഒരു സാമ്യം, ഒരു റിലേഷന്, ഒരു കണക്ഷൻ, സാമ്യത ഇതിന് ഉണ്ട് എന്ന് പറയുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഭൂമിയിലെ വളരെയധികം പുരാതനമായ കാലത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷനുമായിട്ട് വളരെ ഒരു ലോങ് ഹിസ്റ്ററി ഇവർക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. ഇറ്റ്സ് ആൻഷ്യൻറ്റ് ലാൻഡ് കണക്ഷൻ ഇവർക്കുണ്ട്, ഇത്തരം തവളകൾക്ക് ഉണ്ടെന്ന് പറയുകയാണ്. കൺസർവേഷൻ ആൻഡ് അവെയർനെസ്. സയൻറ്റിസ്റ്റ് സ്റ്റഡി ദ ഫ്രോഗ്സ് സീക്രട്ട് ലൈഫ് ബട്ട് മച്ച് ഈസ് സ്റ്റിൽ അൺനോൺ. അതായത് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു ഫ്രോഗുമായി ബന്ധപ്പെട്ട്. പക്ഷേ സയൻറ്റിസ്റ്റ് സ്റ്റഡി ദ ഫ്രോഗ് സീക്രട്ട് ലൈഫ് ബട്ട് മച്ച് ഈസ് സ്റ്റിൽ അൺനോൺ. ഇപ്പോഴും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണ്. ഈ തവളയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾക്കിടയിലുണ്ടെന്ന് പറയുകയാണ്. ക്യാമ്പയിൻസ് കമ്പയർ ദ ഫ്രോഗ്സ് ഇയർലി അപ്പിയറൻസ് ടു ദ ലെജൻഡ് ഓഫ് കിങ് മഹാബലി ഇൻ കേരള. ഒരു ക്യാമ്പയിനായിട്ടും ഒരു ഫണ്ണായിട്ടും ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഫ്രോഗ് എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലും മാത്രമേ ഇതിനെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു മിത്തുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാറുണ്ട്. അതായത് മഹാബലി തമ്പുരാൻ വർഷത്തിലൊരിക്കൽ കേരളം കാണാൻ വരുന്നത് പോലെ, പാതാളത്തിൽ നിന്നും കേരളം കാണാൻ വേണ്ടി വരുന്നത് പോലെ എന്നുള്ള രീതിയിൽ ഒരു മിത്തുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിന് പറയാറുണ്ടെന്ന് പറയുകയാണ്. It has been given more legal protection and suggested as the state amphibian. അതുമാത്രമല്ല, ഇത് ഈ പറയുന്ന പോലെ വംശനാശ ഭീഷണി നേരിടുന്ന ആ ഒരു ആയതുകൊണ്ട് തന്നെ, ആ ഒരു ലേബലിൽ വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് സജസ്റ്റഡ് ആസ് ദി സ്റ്റേറ്റ് ആംഫിബിയൻ, സംസ്ഥാനത്തിൻ്റെ ഒരു ആംഫിബിയൻ, സ്റ്റേറ്റ് ആംഫിബിയൻ ആക്കുക എന്നുള്ള രീതിയിലൊരു സജഷൻസൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മിസ്റ്ററി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, വി സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ഇറ്റ് സർവൈവ്സ് അണ്ടർഗ്രൗണ്ട് ഫോർ മോസ്റ്റ് ഓഫ് ദി ഇയർ. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ഒത്തിരി വർഷം അല്ലെങ്കിൽ ഒത്തിരി കാലം അണ്ടർഗ്രൗണ്ടിൽ ഇതെങ്ങനെ നിലനിൽക്കുന്നു, സർവൈവ് ചെയ്യുന്നു, അതിനെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായ ധാരണ ഇല്ല ഇപ്പോഴും നമുക്ക്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ അതെങ്ങനെ സർവൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോഴും അത് മിസ്റ്ററിയാണ്. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഹൗ ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് മെയ്റ്റ് ആൻഡ് സെൻസസ് ദ റൈറ്റ് ടൈം ടു കം ഔട്ട് ഈസ് ഓൾസോ എ മിസ്റ്ററി. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഇതെങ്ങനെയാണ് വരുന്നത്, മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വരുന്നത്, കറക്റ്റ് ആ ഒരു സമയത്ത് എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ പിന്നെ എങ്ങോട്ടൊക്കെ മാഞ്ഞു പോകുന്നു, ഇതൊക്കെ ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കുകയാണ്, ഒരു നിഗൂഢമായ ഒന്നായിട്ട് കിടക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്തരം ഈ പറയുന്ന പേർപ്പിൾ ഫ്രോഗ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കിയുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തീംസിലേക്ക്, ഒരു ഫിലിമിൻ്റെ ഒരു തീംസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രജൈൽ ലൈഫ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ പേർപ്പിൾ ഫ്രോഗ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിലൊന്ന് ഫ്രജൈൽ ലൈഫ്. അതായത് ഡിപ്പെൻഡ്സ് ഫുള്ളി ഓൺ റെയിൻ ആൻഡ് സ്മോൾ സ്ട്രീംസ്. ചെറിയ സ്ട്രീമുകൾ, അരുവികളിലോ അതല്ലെങ്കിൽ മഴയിലോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്ന ഒരു ഫ്രജൈൽ ലൈഫാണ്. വളരെ വീക്കായിട്ടുള്ള, ദുർബലമായുള്ളൊരു ജീവിതമാണ് അവർക്കുള്ളത്. ദെൻ ആൻഷ്യൻ്റ് സർവൈവൽ, അതായത് എ റയർ ലിങ്ക് ടു ദി ഡൈനോസർ ഏജ്. അതായത് കോടിക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഇവരുടെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പേർപ്പിൾ ഫ്രോഗ്സിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അവരിൽ നിന്നും വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നതും, നേരത്തെ പറഞ്ഞതുപോലെ. ദെൻ നെക്സ്റ്റ്, ഹിഡൻ നേച്ചർ. സ്പെൻസ് ഓൾമോസ്റ്റ് ആൾ ലൈഫ് അൺസീൻ. പലപ്പോഴും ഒരു ഹിഡൻ ആയിട്ടാണ് അതായത് ഇവരെ കാണുന്നില്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണും, ബാക്കി സമയങ്ങളിൽ എവിടെ പോകുന്നു എന്നുള്ളത് അറിയില്ല. അതായത് ഒരു ഹിഡൻ നേച്ചറാണ് ഇവർക്ക് ഉള്ളതെന്ന് പറയുകയാണ്. പിന്നെ ഹ്യൂമൻ ത്രെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ. അതായത് റോഡ്സ്, ക്ലൈമാറ്റ് ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇതൊരു ഡേഞ്ചറായിട്ട്, പ്രകൃതിക്കും അതുപോലെ തന്നെ ഇത്തരം ജീവജാലങ്ങൾക്കൊക്കെ ഒരു ഡേഞ്ചറായിട്ട് വരുന്നു എന്നുള്ള രീതിയിലൊരു കാര്യവും ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ദ നീഡ് ഫോർ അവെയർനെസ്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ്. പീപ്പിൾ മസ്റ്റ് നോ ആൻഡ് കെയർ അബൌട്ട് ഇറ്റ് ടു സേവ് ഇറ്റ്. നമുക്കൊരു കരുതൽ വേണം, നമുക്കൊരു കെയറും കരുതലും ഒക്കെ വേണം ഇത്തരം കാര്യങ്ങൾ സേവ് ചെയ്യാനൊക്കെ, നാളേക്ക് കൂടി ഭൂമിയെയും ജീവജാലങ്ങളെയും വയ്ക്കാൻ. സോ ഇതിൻ്റെ മെസ്സേജസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രൊട്ടക്റ്റ് ഈവൻ സ്മോൾ ആൻഡ് അൺനോൺ ക്രിയേച്ചർ. എത്ര ചെറിയ ജീവിയാണെങ്കിലും അത് വലുതോ ചെറുതോ എന്നുള്ളതിലല്ല കാര്യം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ്. ദേ ആർ ഇമ്പോർട്ടൻറ്റ്. ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികൾ, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ക്ലൈമാറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി ആർ പുട്ടിംഗ് സച്ച് സ്പീഷീസ് അറ്റ് റിസ്ക്. ക്ലൈമാറ്റ് ചേഞ്ചും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രകൃതിക്ക് മേലെയുള്ള കടന്നുകയറ്റവും എല്ലാം ഇത്തരം സ്പീഷീസിന് റിസ്ക് ഉണ്ടാക്കുകയാണ്, ജീവിതത്തിൽ ത്രെട്ട് ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ്. Stories, culture and local beliefs can help people care about wildlife. Not only famous animals need saving, rare and secretive ones do too. അതായത് വലിയ വലിയ ആനിമൽസ് മാത്രമല്ല ഈ പറയുന്ന പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അർഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടത്. അല്ലാതെ വേറെ ഒത്തിരി ആനിമൽസ് ഉണ്ട്,
ചെറിയ ചെറിയ ആനിമൽസ് ഉണ്ട്, റയറായിട്ട് കാണപ്പെടുന്ന ഈ പറയുന്ന പോലെ സീക്രട്ടേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ആനിമൽസുകളുണ്ട്. അവരെ കൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. വി സ്റ്റിൽ ഹാവ് മച്ച് ടു ലേൺ അബൌട്ട് നേച്ചർ. നമുക്ക് പ്രകൃതിയെക്കുറിച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. സോ വി മസ്റ്റ് കൺസേർവ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. അപ്പോൾ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഹാംഫുള്ളായിട്ട് അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ, അവരെ സേവ് ചെയ്ത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം.